ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരാഴ്ച അവധിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം ഞങ്ങൾ ഒരു ലോങ് ഡ്രൈവിന് വേണ്ടി പോയതാട്ടോ. ഞങ്ങൾ പോയത് ഹട്ടയിലോട്ടാട്ടോ. ഏകദേശം 12:30 ആ ഒരു സമയത്താണ് പോയത്. നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത്. എന്നാൽ പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പം അവിടുന്ന് നമ്മളിവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല, അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു പ്രതീക്ഷ വളരെ തെറ്റായിരുന്നു കേട്ടോ. അവിടെ നല്ല ഹോട്ടൽസ് ഒന്നുമില്ല, ഫുഡും അത്രയ്ക്ക് ഒരു സുഖമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു ഫുഡ് മാത്രം കഴിച്ചിട്ടാണ് അവിടെ നിന്നത്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഈ സമയത്ത്. അവധിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ വരുമല്ലോ, അതുകൊണ്ട് ഹോട്ടലൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിത് പോണ വഴിയിലുള്ള കാഴ്ചകളാട്ടോ. പോണ വഴിയിൽ കുറേ കൃഷികളും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ കണ്ടുപോയതേ ഉള്ളൂ. ഇന്ന് വണ്ടി നിർത്തിയൊന്നുമില്ല, കാരണം നല്ല ചൂടല്ലേ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. മോളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടയേർഡാവും. അങ്ങനെ ഞങ്ങളിത് പോവുകയാണ്. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും വൈകുന്നേര സമയത്താട്ടോ കൂടുതലും വണ്ടിയൊക്കെ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകണത് അത്ര നല്ല ഒരു സ്ഥലമല്ല കേട്ടോ, ചൂടത്ത്. കാരണം തണുപ്പ് സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല ആ കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളൊന്നും കവർ ചെയ്തില്ല കേട്ടോ, ചൂട് കാരണം. പകുതി സ്ഥലത്ത് ഞങ്ങൾ പോയില്ല, 2-3 സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ ഇറങ്ങിയുള്ളൂ. അതുപോലെ തന്നെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ട് പോകണം. അവിടെ എത്തിയിട്ട് കഴിക്കാനുള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം പോകുന്ന ആളുകളെല്ലാം അത് ചെയ്തിട്ട് വേണം പോകാൻ. ഫുഡും വെള്ളമൊക്കെ കരുതുക, തണുപ്പ് സമയത്ത് പോവുക, അതാണ് ഏറ്റവും അടിപൊളി. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഇതുപോലെ 2 സൈഡിലും നല്ല മലനിരകളൊക്കെ കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതിനകത്തൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെയാണ്. ലോങ് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഏകദേശം ഞങ്ങളൊരു 3 മണി 3:30 ആ ഒരു സമയമായപ്പോഴത്തേക്കും അവിടെ എത്തി കേട്ടോ. അവിടെ പ്രധാനമായിട്ടും ഹട്ട ഡാമുണ്ട്. അവിടെ കയറാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ വണ്ടിയിലാണ് നമ്മളെ ഡാമിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. തിരിച്ചും അതിന് തന്നെ നമുക്ക് ഇറക്കും. കാരണം നമ്മുടെ വണ്ടി അവർ കയറ്റി വിടത്തില്ല, കാരണം നല്ല തിരക്കായ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ കയറി കേട്ടോ. കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു 10 മിനിറ്റ് അവിടെ നിന്നതേ ഉള്ളൂ. കാരണം ചൂട് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് അടുത്ത വണ്ടിയിൽ കയറി താഴെ എത്തി കേട്ടോ. നമ്മൾ അതുപോലെ ടയേർഡാകും, നല്ല ചൂടല്ലേ. പക്ഷേ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഹയാക്കിങ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ടോ കിടിലൻ ഒരു വ്യൂ കേട്ടോ. ചെറിയൊരു ഡാം പോലെ ഉണ്ട് കേട്ടോ. അതിന് താഴെ ഭാഗത്തൊക്കെ പോകാൻ പറ്റും, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ താഴെ ഇറങ്ങി. പിന്നെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകണ വഴിക്ക് ചെറിയൊരു ഡാം ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ ഒരു വാദിയൊക്കെ പോലെ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സ്ലിപ്പറി പോലെ ആയി കിടക്കുവാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഒരു ആശ്വാസമായിരുന്നു, ആ ചൂടിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടി. അത് വളരെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഞങ്ങൾ പിന്നീട് ഒരു ദിവസം വരാമെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. തിരിച്ചു പോയപ്പോൾ സൺസെറ്റ് ആകാറായി കേട്ടോ. ആ ഒരു 6:30 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ സൺസെറ്റ് ആകുന്നത്. അത് നല്ല കിടിലൻ കുറേ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ അവധിയൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ച്. ഇനി ഒരു ലോങ് വെക്കേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി പിള്ളേർക്ക് 2 മാസത്തേക്ക് സ്കൂൾ അടയ്ക്കും, അപ്പോഴായിരിക്കും അടുത്ത ട്രിപ്പുകളൊക്കെ പോകുന്നത്. പിന്നെ വേറെ അവധിയൊന്നും ഉടനെ തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല നല്ല പുതിയ വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.